അതെ, ജൂൺ 15-ാം തീയതി മുതൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ ആ ബാഗൊക്കെ കഴിച്ചു. കാരണം കണ്ടീഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിങ്ക് ബസ്സാണ്. അതിന്റെ കണ്ടീഷൻസ് പുറകെ വരും. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ടൂർ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഓർത്തതെന്ന് പറഞ്ഞാല് ഈ പിങ്ക് ബസ് അല്ലാതെ നിരത്തിലൂടെ ഓടുന്ന മുഴുവൻ KSRTCയിലും കയറി യാത്ര ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ഓർത്തത്. പക്ഷേ ഇതാണ് UDF. കാരണം ആളിനെ വെടക്കാക്കുക എന്ന് പറയത്തില്ലേ, നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ തന്നെ ടീം UDF VD സതീശ നിങ്ങൾ പറയണമായിരുന്നു ഇതിന് കണ്ടീഷൻസ് ഉണ്ടാകുമെന്ന്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ മുഴുവൻ മോഹിപ്പിച്ച് നിങ്ങൾ വോട്ടും കൈക്കലാക്കി കഴിഞ്ഞ് നിങ്ങൾ ഇതേപോലെയുള്ള വഞ്ചനാപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത് വരാൻ പോകുന്നേ ഉള്ളൂ. ആരോഗ്യ ഇൻഷുറൻസിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്കറിയാം ഈ 5 ഗ്യാരണ്ടിക്കകത്ത് ഏതൊക്കെ ഗ്യാരണ്ടി നടക്കുമെന്നുള്ളത്. UDF ആണ്. UDFന്റെ ഭരണകാലം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തമ്മിൽ തല്ല് നിർത്തിയിട്ട് വേണ്ടേ നേരെ ജോനെ ഭരിക്കാനെന്ന്. ടീം UDF എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് തന്നെ ടീമിന്റെ അകത്ത് വേറെ ടീം ഉണ്ടാക്കി അവിടെ ക്യാപ്റ്റൻസി വേറെ ആൾക്കാർ ക്യാപ്റ്റൻസിക്കാരുണ്ട്. അപ്പൊ അവർ നിർദ്ദേശിക്കും, ആ കാര്യങ്ങൾ അവിടെ നടക്കും. അതാണ് ടീം UDF. അപ്പോ നിങ്ങൾ വെറുതെ ഈ വാഗ്ദാനങ്ങളെല്ലാം കേട്ടിട്ട് ആരും ബാഗും പെട്ടിയൊന്നും എടുത്ത് ഇറങ്ങണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ അവർ ഏകദേശം 5 ഗ്യാരണ്ടി പറയുന്നുണ്ട്. അതിൽ ഒരു ഗ്യാരണ്ടിയാണ് KSRTC. അവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട അവർ നടപ്പാക്കുകയാണ്. കാരണം ഇവിടെയാണ് പിങ്ക് ബസ്സിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു ജില്ലയിൽ എത്ര പിങ്ക് ബസ് ഉണ്ടാകും എന്നുള്ളതിന്റെ കണക്കൊന്നും വ്യക്തമല്ല. പക്ഷെ എങ്കിലും പറയാം, അതിന് പരിധികൾ ഉണ്ടാകും. ഒരു റൂട്ടിൽ എത്ര ബസ് ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കത്തില്ല, അതിനും പരിധികൾ ഉണ്ടാകും. രണ്ടാമത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് സമയത്താണ് ഈ ബസ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കാം, ചിലപ്പം ഒരു ദിവസം ഇത്ര യാത്രയായിരിക്കാം സൗജന്യമായിട്ട് വരാൻ പോകുന്നത്. അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇവിടെ എല്ലാ ആളുകളും ഓർത്തിരുന്നു KSRTC ഏതിലും കയറി അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം എന്നാണ് ഓർത്തത്. പക്ഷെ അവിടെയും നമുക്ക് കുരുക്ക് വീണിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിനൊരു ചെറിയ ഒരു ചെല്ലപ്പേരുണ്ടായിരുന്നു. ആ ചെല്ലപ്പേര് വീണ്ടും എന്താ പറയുന്നത് അന്വർത്ഥം ആകുവാൻ പോവുകയാണ്. ഇപ്പൊ പല പദ്ധതികളും ഇതേപോലെ തന്നെയൊക്കെ ആയിരിക്കാം, നമുക്ക് കണ്ടറിയാം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വീഡിയോയില് 17,000 കോടി രൂപ കടത്തിൽ പോകുന്ന ഒരു പ്രസ്ഥാനം, അതിനാകപ്പാടെ 6,000 കോടി രൂപയുടെ ആസ്തിയേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മുടെ ആര്യാടൻ മുഹമ്മദ് ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുകയുണ്ടായി 90 കോടി രൂപ നഷ്ടത്തിലാണ് KSRTC ഓടുന്നതെന്ന്. ഇപ്പോ അത് ഏകദേശം 8 വർഷത്തോളം പണിയെടുത്തതിന് ശേഷമാണ്, ഇടതുപക്ഷ സർക്കാർ പണിയെടുത്തതിന് ശേഷമാണ് കൃത്യമായിട്ട് 8 കോടി മുതൽ 10 കോടി വരെ ഡെയിലി കളക്ഷൻ വരികയും അത് ലാഭത്തിലാകുകയും കൃത്യമായിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ ജീവനക്കാരെ നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലവും നിങ്ങൾക്ക് കൃത്യമായിട്ട്, അതായത് കുറെയൊക്കെ സ്ട്രഗിൾ ചെയ്തു നിങ്ങൾ, ആ സ്ട്രഗിളൊക്കെ മാറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ ശമ്പളവും പെൻഷനും ഒക്കെ വരാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഇനിയും അത് ഏകദേശമൊക്കെ KSRTC പണ്ടെങ്ങനെയാണോ കട്ടപ്പുറത്തിരുന്നത് അതേ രീതിയിൽ തന്നെ കട്ടപ്പുറത്തിരിക്കാനായിട്ടുള്ള സ്ഥിതിയിലേക്ക് ടീം UDF കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. എന്തായാലും പിങ്ക് ബസ്സില് യാത്ര ചെയ്യുവാൻ വേണ്ടി ജൻസിയായിട്ടുള്ള ആളുകളൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ്. ബാഗൊക്കെ ഇപ്പോഴേ പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ആരാണ്? ടീം UDF. ഇന്ദിരാഗാന്ധിയിലെ 5 ഗ്യാരണ്ടി ഒന്നാമത്തെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടിക്ക് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. അവിടെ കണ്ടീഷൻസ് ഉണ്ടാകും. പിങ്ക് ബസ്സിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.